ആദ്യ ശ്യാമ ഞാൻ പറയുന്ന കേൾക്ക്. ശ്യാമ കൃത്യസമയത്ത് മധുരയിൽ പോകുന്നു, പ്രോഗ്രാമിൽ പാടുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തോളാം. ശ്യാമ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട. എയർപോർട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്ന കാര്യമൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്യാമ പോകാനുള്ള കാര്യം നോക്ക്. അയ്യോ സർ, ഒന്നും പറയണ്ട, വേഗം റെഡിയാവ്. ഞാൻ ശ്യാമയെ എയർപോർട്ടിലാക്കിയിട്ടേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ. ശ്യാമ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അത് ഞാൻ ഏറ്റു. എന്നാലും സാറില്ലാതെ ഈ അവസരത്തില് ഞാൻ ഇവിടെ വേണം, അല്ലാതെ പറ്റില്ല. ശ്യാമ ധൈര്യമായിട്ട് പോ. ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. രാത്രി 8-നാണ് ഫ്ലൈറ്റ്. നമ്മള് 1 മണിക്കൂർ മുൻപെങ്കിലും അവിടെ ചെക്ക് ഇൻ ചെയ്യണം. പറയുന്നത് കേൾക്ക് ശ്യാമ. തന്റെ കണ്ണൻ എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ചെല്ല, വാ വന്നേ. എന്റെ മോള് അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്ന യാത്രയാ. ഒടുവിൽ ഇങ്ങനെ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ കൃഷ്ണ. 50,000 തന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ഇടപാട് തീർന്നു. ദേ, ഇനി നാട്ടിൽ നിൽക്കണ്ട, കുറച്ച് മാറി നിന്നേക്കണം. ഞങ്ങൾ ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലേക്ക് മുങ്ങുവാ. ഞങ്ങള് പറഞ്ഞെടുത്ത് തന്നെ തിരുവാഭരണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പൊയ്ക്കും. ഐശ്വര്യേച്ചിയുടെ ബുദ്ധി സമ്മതിക്കണം. പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. എന്നെ കുറിച്ച് വിസ്മയ പിന്നെ എന്താ കരുതിയേ? അങ്ങനെ സാധാ ഒരാൾക്ക് മിസ് കേരള ആവാൻ പറ്റില്ലല്ലോ. ആ, അത് ശരിയാ. വിസ്മയ്ക്ക് ശരിക്കും എന്നെ മനസ്സിലാവുന്നുണ്ട്. സത്യത്തിൽ ആ ശ്യാമയുടെ സ്ഥാനത്ത് അഖിയുടെ ഭാര്യയായിട്ട് വിസ്മയ വരേണ്ടതായിരുന്നു. എന്നാ എനിക്കൊരു കൂട്ടായേനെ. ആ, അത് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല ചേച്ചി, അവര് നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ തിരുവാഭരണം വെച്ചിട്ടുണ്ടാവോ? വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പായും വിശ്വസിക്കാം. അവരുടെ പറച്ചില് കേട്ടാൽ തന്നെ അറിയില്ലേ, വിശ്വസ്തരാ. എന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. ഒന്നുമില്ലാന്നേ, നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ തിരുവാഭരണം അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആക്കി അവനും കൂടി അകത്തായ ശ്യാമയ്ക്ക് അതൊരു വലിയ അടിയാകും. അതോടെ ശ്യാമ തകരും. പിന്നെ എന്റെ ആ നടക്കാത്ത സ്വപ്നം, അവരുടെ ആ പച്ചക്കറിക്കട, അതും എന്നേക്കുമായിട്ട് പൂട്ടിക്കെട്ടിക്കോളും. സർ, അതെ സർ, വെറും സംശയത്തിന്റെ പേരിൽ അറസ്റ്റ്. ഏയ് ഇല്ലില്ല. അച്ഛനെ പുറത്തിറക്കാൻ എന്തെങ്കിലും ഒരു വഴി. ശരി സർ. ആരും സഹായിക്കാൻ തയ്യാറല്ല. അഖിലിപ്പോ പണക്കാരനല്ലല്ലോ. എങ്ങനെയും
ശ്യാമയുടെ അച്ഛന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയേ പറ്റൂ. അച്ഛനൊന്ന് വിളിച്ചു നോക്കാം. എന്താ സർ? സെർച്ച്. എന്താ സർ മനസ്സിലായില്ല? ഓ, ഇന്ത്യൻ പൗരൻ, പൗരന്റെ അവകാശം, അത് പറയാൻ മറന്നു. നിന്റെ ഈ പച്ചക്കറിക്കടയിലെ ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ തിരുവാഭരണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവെന്ന് ഒരു അജ്ഞാത ഇൻഫർമേഷൻ കിട്ടി. ഒന്ന് സെർച്ച് ചെയ്ത് കളയാന്ന് കരുതി വന്നതാ. സർ, എന്നാ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നടപ്പാക്കിക്കോട്ടെ. സർ, ഇത് മനഃപൂർവ്വമാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അത് നീ തീരുമാനിച്ച മതിയോ? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യണ്ടേ? സെർച്ച്. സാർ, സർ, എന്താ സർ? നിക്കവിടെ. സാർ, തുറക്ക്. സർ, ഇത് കൃഷ്ണ, നീ കാത്തു. എന്താടാ ഇത്? സർ, എനിക്കറിയില്ല. ആരോ കൊണ്ട് വെച്ചതാ. സത്യമായിട്ട് എനിക്കറിയില്ല സർ. അപ്പൊ വാസുദേവനും ഈ ചെക്കനും ചേർന്നുള്ള പ്ലാനിങ് ഇതൊക്കെ? അയ്യോ, അല്ല സർ, സത്യമായിട്ടും അല്ല. മിണ്ടരുത്. ഞാൻ നടക്കങ്ങോട്ട്. സർ, സർ, ഞാൻ നടക്കാൻ. പറയട്ടെ സർ, ഞാൻ ചെയ്തിട്ടില്ല. സർ, ഞാൻ നടക്കങ്ങോട്ട്. വരാൻ. പറയട്ടെ, ബാക്കിയൊക്കെ ഞാനൊന്നും സ്റ്റേഷനിൽ പോയിട്ട്. ചെയ്തിട്ടില്ല. ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാ. സർ, നടക്കാൻ. പറയട്ടെ സർ, ഞാൻ ചെയ്തിട്ടില്ല. നടക്കാങ്ങോട്ട്. ഞാൻ ചെയ്തിട്ടില്ല. നടക്കാൻ. സർ, ഇല്ല സർ, വാടാ ഞാൻ ഇങ്ങോട്ട്. ചെയ്തിട്ടില്ല. പാടും പാട്ടിൽ അനുരാഗ
നടക്കടാ. നടക്കാൻ. പോടാ. നടക്കടാ. നടക്കാൻ. പോടാ. പോടാ ഇങ്ങോട്ട്. മോനെ ഇവനെത്തിരി പിടപ്പ് കൂടുതലാ. ശരിക്കൊന്ന് ചോദ്യം ചെയ്യണം. സർ, മോനെ എന്താ സംഭവിച്ചേ? എല്ലാം പിന്നെ പറയാച്ച. ആരോ നമ്മളെ മനഃപൂർവ്വം ചതിച്ചതാച്ച. എന്റെ കൃഷ്ണ, എന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? സമയം ഇത്രയായിട്ടും അഖിലിനെയും കാണാനില്ലല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടേ അഖിലേട്ടൻ വരൂ. ആ പാവം അതിനുവേണ്ടി ഓടി നടക്കുക. അപ്പോ ആരാ നോക്കി? ശ്യാമേച്ചിയാ. ശ്യാമയോ? ഞാൻ സംസാരിക്കാം. അവൾ അന്യദേശത്ത് നിൽക്കുക. വിഷമമുള്ളതൊന്നും അറിയിക്കണ്ട. ഹലോ മോളെ. ആ അമ്മ, അച്ഛനെ പോലീസ് വിട്ടോ? അഖിൽ സാറിനെ വിളിച്ചു. സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ആ ഇപ്പൊ വിടും മോളെ. കൂട്ടിക്കൊണ്ടുവരാൻ അക്കിമോൻ പോയിട്ടുണ്ട്. എന്റെ മോള് വിഷമിക്കണ്ട. അച്ഛന്റെ വിവരങ്ങളൊന്നും അറിയാതെ ഞാൻ ടെൻഷനിലായിരുന്നു. ആ മോളെ, അവിടെ പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛനോർത്തുള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിലും എന്തോ പാടിത്തുടങ്ങിയപ്പോൾ ഞാൻ ദുഃഖങ്ങളൊക്കെ മറന്നുപോലെ തോന്നി. ഞാൻ അറിയാതെ കൃഷ്ണഭക്തിയിൽ ലയിച്ച് അറിയാതെ ഒരു മയിൽപ്പീലി തുണ്ടുപോലെ ഇങ്ങനെ ഒഴുകി നടക്കായിരുന്നു അമ്മ. നന്നായി. മോൾക്ക് സാക്ഷാൽ കണ്ണന്റെ സന്നിധിയിൽ പാടാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യം. അഖിൽ സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കണ്ണന്റെ അമ്പാടിയൊക്കെ കാണായിരുന്നു. അങ്ങനെയാ സാർ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. സാരമില്ല, അഖിൽ സാറും അച്ഛനും അമ്മയും അപ്പവും എല്ലാവർക്കും കൂടി ഒരിക്കൽ കൃഷ്ണന്റെ പുണ്യഭൂമിയിലൊന്ന് പോണം. അമ്മേ ശരിയെന്നാ. ഇന്ന് രാത്രിയാ അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ്. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തും. ശരി മോളെ. ആ അമ്മ, പിന്നെ അഖിൽ സാറും അച്ഛനും ഇപ്പൊ തന്നെ വരുമല്ലോ അല്ലേ? ഞാനപ്പോൾ വിളിക്കാം. വിശേഷം പറയണേ. പറയാം മോളെ. ആ പിന്നെ അപ്പുവിനോട് ഞാനവന് ഉണ്ണിക്കണ്ണിന്റെ ലോക്കറ്റ് വാങ്ങിയിട്ടുണ്ടെന്നൊന്ന് പറയണേ. ശരി മോളെ. ആ ഓക്കെ അമ്മേ, എന്നെ നാളെ കാണാം. പാവം, തിരിച്ചു വരുന്നത് വരെയെങ്കിലും സന്തോഷായിട്ടിരിക്കട്ടെ. അമ്മേ, ഞാനിന്ന് പുറത്തേക്ക് പോയതാ.
അപ്പൊ പലരും പറയാ അഖിലേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ നീ പറഞ്ഞേ? അക്കിമോനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? പച്ചക്കറി കടയിൽ പോലീസ് എന്ന് തിരുവാഭരണം എടുത്തെന്ന്. ഈശ്വര, പച്ചക്കറി കടയുന്നോ? അതെ, ഇന്നലെ രാത്രിയില. എന്റെ ഈശ്വര, നമ്മൾ വിചാരിച്ചത് അച്ഛനെ ഇറക്കിക്കൊണ്ടുവരാൻ അഖിലേട്ടൻ അവിടെ നിൽക്കാന്നല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ മോനെ? അപ്പൊ എന്റെ അച്ഛനെയും അഖിലേട്ടനെയും പോലീസ് തല്ലിയിട്ടുണ്ടാവും അമ്മേ. എനിക്കൊന്നും അറിയില്ല മോനെ. അമ്മേ, നമുക്ക് അഖിലേട്ടന്റെ അച്ഛനെ ഒന്ന് വിളിച്ചാലോ? ആ, ശരിയാ മോൻ പറഞ്ഞത്. മോനൊന്ന് വിളിക്കേ. അഖിയുടെ വിവരം അറിഞ്ഞ വർമ്മൻ സാർ അവരെ രക്ഷിക്കും. ഉറപ്പായിട്ടും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കും. മോനൊന്ന് വിളിച്ചേ. ആ, അമ്മേ, ആ നമ്പർ കിട്ടുന്നില്ല. മോൻ വർമ്മ സാറിന്റെ നമ്പറിൽ തന്നെയാണോ വിളിച്ചേ? ആ നമ്പറിൽ തന്നെയാ. എന്നാ മോൻ ഒന്നും കൂടി ഒന്ന് വിളിച്ചേ. ഇല്ലമ്മേ, കിട്ടുന്നില്ല. പിന്നിപ്പോ അവിടെ ആരുടെ നമ്പറാ ഉള്ളേ? ഈശ്വര, എന്ത് കഴിഞ്ഞ്? ആ അമ്മേ, അവിടുത്തെ കമ്പനിയിലെ നമ്പർ ഉണ്ട്. എന്നാ അതിൽ വിളിച്ച് കാര്യം പറയാം. അവര് വർമ്മ സാറിന് വിവരം അറിയിക്കും. ആ, റിങ് ചെയ്യുന്നുണ്ടമ്മേ. എന്നാ അമ്മേ പിടിക്ക്. ഹലോ, ആരാ? ഞാൻ ദേവകിയാ. ദേവകിയോ? വർമ്മ സാറിന്റെ ഇളയ മരുമകള് ശ്യാമയുടെ അമ്മ. എന്താ? ഇതാരാ? ഓഫീസിൽ വിളിച്ചിട്ട് ആരാണെന്നോ? ഒരു ഉപകാരം ചെയ്യോ? ടൈമില്ല, വലിച്ചു നീട്ടാത്ത കാര്യം പറ. വർമ്മ സാറിനോട് ഒരു കാര്യം പറയണം. സാറിന്റെ ഇളയ മകൻ അഖിൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായെന്ന്. എങ്ങനെ അഖിൽ മോനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പറയണം. ദയവേ ഇത് പറയണേ. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. കാല് പിടിച്ച് പറയൂ. ഓ, അത് ഞാൻ ഏറ്റു. വലിയ ഉപകാരം കേട്ട നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ആ, ഇപ്പൊ തന്നെ പറയാം. ഓക്കെ. വർമ്മ സാറിനോട് പറയണം പോലും. പിന്നെ ഞാൻ പറയാൻ പോവല്ലേ. ആക്കി അവിടെ കിടക്കട്ടെ. അപ്പോഴേ ശ്യാമയുടെ മനസ്സ് പൊള്ളു.